ലോകത്തിൽ പാപത്തിൻ്റെ ജടിലമായ സ്വഭാവങ്ങളിൽ അകപ്പെട്ട് പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് വല്ലാത്ത ഗതികേടിൽ ജീവിക്കുന്ന എല്ലാവരോടുമായി പറയാനുള്ള മഹത്തരമായ സന്ദേശം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. തുടർമാനമായിട്ടുള്ള വേദ പഠനം നമുക്ക് നൽകുന്ന പ്രകാശനം ഏറ്റവും വിലപ്പെട്ടതാണ്. സങ്കീർത്തനങ്ങളുടെ പഠനം ഒരു ദൈവ പൈതലിനെ ദൈവത്തോട് അടുപ്പിക്കാൻ പര്യാപ്തമാവും വിധം അത്രമാത്രം ഹൃദ്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 130-ാം സങ്കീർത്തനം ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥനയുടെ മഹത്വം? ഈ ലോകത്തെ മുഴുവനും ചലിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. ദൈവിക ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അനുഭവം നമ്മിൽ സൃഷ്ടിക്കുന്ന, നിരന്തരമായി അനുവർത്തിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ആത്മീയനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്നുള്ളത്. ഇതൊരാഴത്തിലുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ വല്ലാത്ത അനുഭവം പാപത്തിൻ്റെ ആഴത്തിൽ കിടന്നിട്ടുള്ള ഭക്തന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. കാരണം പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അവനെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഏക രക്ഷാമാർഗം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അത് ദൈവിക പദ്ധതിയിൽ നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ആഴത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന, ആഴത്തിൽ നിന്നുള്ള എൻ്റെ നിലവിളി അങ്ങ് കേൾക്കണമേ. കാരണം ഇവിടെ കൃത്യമായി പറയുന്നു, യഹോവേ, നീ എൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ എനിക്ക് നിന്റെ മുൻപിൽ നിൽക്കാൻ കഴിയുകയില്ല. ഇസ്രായേലിന്റെ സകല പാപത്തിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാൻ ഈ ഉലക ചരിത്രത്തിൽ ഒരുവന് കഴിയുമെങ്കിൽ അത് അങ്ങയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അങ്ങ് വീണ്ടെടുക്കണമേ എന്നുള്ള തികഞ്ഞ ആത്മബോധത്തോടെയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചവന്റെ ഹൃദയത്തിലെ പ്രത്യാശജനകമായ വാക്കുകളും അവിടെ ഹൃദ്യമാണ്. നീ യഹോവയിൽ പ്രത്യാശ വെക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? 3 ഭാഗങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ പറയാം. 1, പാപത്തിൽ കിടന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. 2, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥ ബോധ്യം അവനിലുണ്ടാകും. അത് വിശാലമായ ബോധ്യമാണ്. പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം, ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. 3-ാമത്തെ കാര്യം, അവൻ്റെ പ്രാർത്ഥനയിൽ ദൃഢനിശ്ചയമാണ്. ഏതെങ്കിലും കണ്ണ് ഉണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, വായുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും സംഹിതകളുടെ മുന്നിലല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. നിന്റെ ഹൃദയം പ്രത്യാശയാൽ നിറയണം. കാരണം നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനകളെ അംഗീകരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് പറയാണ്, നിന്റെ ഹൃദയം ഉറച്ചിരിക്കണം, പ്രത്യാശയിൽ തെളിഞ്ഞു നിൽക്കണം. കാരണം പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, പാപത്തിന് പരിഹാരം നൽകുന്നു, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഈ ലോകത്തിൽ പാപത്തിൻ്റെ ജടിലമായ സ്വഭാവങ്ങളിൽ അകപ്പെട്ട് പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് വല്ലാത്ത ഗതികേടിൽ ജീവിക്കുന്ന എല്ലാവരോടുമായി പറയാനുള്ള മഹത്തരമായ സന്ദേശം, നിങ്ങളുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് ഈ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ അന്ധതയുടെ ആഴത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഏതൊരു വ്യക്തിയും, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, കുടുംബ ശ്രേഷ്ഠതകൾ നോക്കാതെ, മുഖവശങ്ങൾ നോക്കാതെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു. എന്താണ് പാപം? വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ കൽപ്പനാ ലംഘനമാണ് പാപം. വചനം പറയുന്നു, പാപത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ കഴിവുള്ള പര്യാപ്തമായ കൽപ്പനാ ലംഘനമാണ് പാപം. ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഏകരക്ഷാമാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പാപപരിഹാരം നമ്മിൽ സംഭവിക്കട്ടെ. ആ പ്രാർത്ഥന, ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഉടലെടുക്കട്ടെ. നിരന്തരം മാനസാന്തരത്തിൻ്റെ, പുതുക്കത്തിൻ്റെ നവ്യമായ അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.